കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ആദർശിന്റെയും നയനയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തെ കാണിക്കുന്ന കനക പോയി ജലജയുടെ തലയിൽ പോയി തേങ്ങ ഉടയ്ക്കുവാണ്. തേങ്ങ ഉടച്ചതും ജലജ അയ്യോ പൊത്തോന്ന് പറഞ്ഞ് കിടന്ന് അലറി നിലവിളിക്കുക. പെട്ടെന്ന് പൂജാരി ചോദിച്ചു, അല്ല നിങ്ങൾ എന്ത് പരിപാടിയാണ് കാണിച്ചേ? നിങ്ങളോട് ഞാൻ പറഞ്ഞത് ആ കല്ലേ പോയി തേങ്ങ ഉടയ്ക്കാനല്ലേ? അയ്യോ അതെനിക്ക് ഒരു അബദ്ധം പറ്റിയതാ. ഞാൻ കേട്ട എന്താന്നറിയാ, തലയിൽ ഉടയ്ക്കാനാ ഞാൻ കേട്ടത്. പെട്ടെന്ന് പൂജാരി പറഞ്ഞു, ഓ ചിലപ്പോ ഇത് ദേവി നിങ്ങളെ കൊണ്ട് ഇങ്ങനെ തോന്നിപ്പിച്ചായിരിക്കും. ഇവരുടെ തലയ്ക്കാണല്ലോ പ്രശ്നം. ഇവര് ചില ചിന്തകളൊക്കെ മനസ്സിൽ വെക്കുന്നുണ്ട്, അതുകൊണ്ട് സംഭവിച്ചായിരിക്കും. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല, കഴിയാനുള്ള കഴിഞ്ഞു. ഒരു കാര്യം ചെയ്യും, ഇനിയിപ്പം അടുത്ത തേങ്ങ ഒരെണ്ണം ഒഴിഞ്ഞ് നടക്കിക്കൊണ്ട് അടിക്കാൻ പറയാണ്. ദേവേനി പറഞ്ഞു, ശരി ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞ് ദേവേനി വരുവാണ്. പിന്നീട് തേങ്ങ മേടിച്ചുകൊണ്ട് പോയി തലയ്ക്കൊഴിഞ്ഞിട്ട് കൊണ്ട് നടക്കലടിക്കുവാണ്. ഈ സമയത്ത് നിലവിളിച്ചോണ്ടിരിക്കുവാണ് ജലജയ്ക്ക് ഇങ്ങനെ വേദന സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പെട്ടെന്ന് അഭിയോർത്ത്, എന്റെ ഭഗവാൻ ഇനി തനിക്ക് എന്തായിരിക്കും കിട്ടാൻ പോകുന്നത്, അമ്മയ്ക്ക് ഇതാണെങ്കിൽ തനിക്ക് എന്തായിരിക്കും എന്ന് ഓർക്കുവാണ്. ഈ സമയം തിരുമേനി എന്ത് ചെയ്യുവാണ്, ഒരു വേല അങ്ങോട്ട് പൂജിക്കുവാണ്. വേലക്കെടുത്ത് കൈ പിടിച്ചിട്ട് പറഞ്ഞു, ഇനി ഇത് ആ നാവിൽ കുത്തി ഇറക്കണമെന്ന് പറയാണ്. അബിയുടെ നാവിൽ കുത്തി ഇറക്കണം. ഇത് കേട്ടപ്പോ അബി പറഞ്ഞു, എന്റെ നാവിലോ? അതൊന്നും വേണ്ട, എനിക്ക് പറ്റില്ല എന്ന് വേണ്ട. അത് പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് ദുഷിച്ച നാവ് കൊണ്ട് പറഞ്ഞ വാക്കുകളൊക്കെ അതങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, ആ പാപങ്ങളൊക്കെ മാറണമെങ്കിൽ ഈ വേല് നാവിൽ കുത്തിയിറക്കണം. മൂർത്തി സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നവ്യയുടെ വയറ്റി വളരുന്ന കുഞ്ഞ് അബിയുടെ കുഞ്ഞല്ലാന്ന് പറഞ്ഞെന്നൊക്കെ. അപ്പൊ അതുകൊണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ഈ നാവേൽ ഈ ശൂലം കുത്തിയിറക്കണമെന്ന് പറയാം. അബി ആകപ്പാടെ പെട്ടു. അബി പറഞ്ഞു, ഇത് എവിടുത്തെ ആചാരം? ഇത് ഞാൻ കണ്ടിട്ടില്ലല്ലോ. പെട്ടെന്ന് പൂജാരി പറഞ്ഞു, ഇതേ അബിയുടെ മുത്തശ്ശനോട് ചോദിച്ചറിയാം. അബിയുടെ മുത്തശ്ശന് ഈ കാര്യങ്ങളൊക്കെ അറിയാന്ന്. അല്ലെങ്കിൽ തന്നെ ഉത്സവത്തിനന്ന് തൈപ്പോയത്തിനന്നും ഒക്കെ ഈ മുരുകന്റെ അമ്പലങ്ങളിൽ ശൂലം കുത്തി ഇറക്കുന്ന കണ്ടിട്ടില്ലേ? നാവേലും കവളത്തൊക്കെ കുത്തി ഇറക്കാറുണ്ട്. അപ്പൊ ഇത് ദേവിയുടെ ക്ഷേത്രം ആയതുകൊണ്ട് കവളത്ത് കുത്തി ഇറക്കുന്നില്ല, അപ്പൊ അങ്ങനെ നാവേല കുത്തി ഇറക്കണമെന്ന് പറയാം. അബി പെട്ടു. പിന്നീട് പൂജാരി ഇങ്ങോട്ട് ഞാൻ കുത്തി ഇറക്കട്ടെ എന്ന് പറയാണ്. പക്ഷെ അബി പറഞ്ഞു, വേണ്ട എനിക്ക് സമ്മതമല്ല എന്ന് പറയണം. ദേ തടസ്സങ്ങളൊന്നും പറയല്ലെന്ന് പറയാണ്. അവസാനം വേറെ നിവൃത്തിയില്ലായിരുന്നു. ആദ്യം കുത്താൻ തുടങ്ങിയപ്പോ അബി സംഭവിച്ചില്ല. അബി കിടന്ന് അലറി നിലവിളിച്ചു. അപ്പൊ പൂജാരി പറഞ്ഞു, ദേ അടങ്ങിയിരിക്കോട്ടോ, വയറ്റി വീഴുന്ന കുഞ്ഞ് നല്ല രീതിയിൽ തന്നെ പുറത്തു വരണ്ടേ, ഒരു കുഴപ്പവും കൂടാതെ. കനക പറഞ്ഞു, അഭിമോനെ അവിടെ അടങ്ങിയിരിക്കുക, ഇതൊരു പരിഹാരക്രിയ അല്ലേന്ന് ചോദിക്കുക. അബിക്ക് വേറെ നിവൃത്തിയില്ലായിരുന്നു. അങ്ങനെ അബിയുടെ നാവി കുത്തി ഇറക്കുവാണ് ആ ശൂലം. അബി അയ്യോ എന്നും പറഞ്ഞ് നിലവിളിച്ചു. പിന്നെ ആ നിലവിളി ഉണ്ടായില്ല. അബി ഇങ്ങനെ സങ്കടപ്പെട്ട് ജലജയുടെ മുഖത്തേക്ക് നോക്കുവാണ്. ജലജയാണെങ്കിൽ തല പൊട്ടിയോ എന്നുള്ള രീതിയിൽ ജലജ ഇരിക്കുവാണ്, ആകെപ്പാടെ വിഷമത്തില്. പിന്നീട് പൂജകളും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് എല്ലാവരും വീട്ടിൽ തിരിച്ചെത്തി. ഇങ്ങനെ സങ്കടപ്പെട്ട് ജലജ മുറിയിലിരിക്കുന്ന സമയത്ത് അങ്ങോട്ട് കനക കയറി വരുവാണ്. കനക വന്നിട്ട് ചോദിച്ചു, എങ്ങനെയുണ്ട്, വേദനയുണ്ടോന്ന് ചോദിക്കണം. ഒരക്ഷരം പോലും നിമ്മണ്ടരുത്, എല്ലാം ഒപ്പിച്ചു വെച്ചിട്ട് അവള് വന്നിരിക്കുന്നു. അത് പിന്നെ നവ്യമോളുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന് ഒരാപത്ത് സംഭവിക്കാതിരിക്കാൻ വേണ്ടിട്ടല്ലേ പരിഹാരക്രിയകളൊക്കെ ചെയ്തേ, അത് നല്ല കാര്യമല്ലേ എന്ന് ചോദിക്കുക. ദേ എനിക്കറിയാം നീ ഇത് മനഃപൂർവ്വം ചെയ്താന്നുള്ള കാര്യം. ഇത് എന്തേലും ആവശ്യം വന്നാൽ എന്നോട് പറയാൻ മടിക്കരുത് കേട്ടോ എന്ന് പറയാൻ. പെട്ടെന്ന് ജലജ പറഞ്ഞു, നിന്നെ എന്നിങ്ങോട്ട് കൊണ്ടുവന്ന അന്ന് തൊട്ട് എന്റെ കഷ്ടകാലം തുടങ്ങിയതാ. നിന്നെയല്ല, നിന്റെ മകളെ കൊണ്ടുവന്ന ഏറ്റവും വലിയ കഷ്ടകാലം അന്ന് മുതൽ ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കണം. ഇന്നിപ്പോ ഈ വിധമായി, മിക്കവാറും 4 ഇല തല തല്ലി പൊളിക്കുമായിരിക്കും അല്ലേന്ന് ചോദിക്കാം. അതെ, ചിലപ്പോ ഇനി ഇങ്ങനെ ദുഷിച്ച ചിന്തകളൊക്കെ ഉണ്ടായാലേ ചിലപ്പോ ഇനി ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ നടന്നു ഇരിക്കും. അതുകൊണ്ട് ഇങ്ങനത്തെ ചിന്തകളൊക്കെ മനസ്സിൽ നിന്ന് കളയുക. നബിമളുടെ വയറ്റി വളരുന്ന കുഞ്ഞിനെ ഇല്ലാതാക്കാന്നുള്ള മോഹങ്ങളൊക്കെ ഉണ്ടെങ്കിലേ അതങ്ങോട്ട് ഉപേക്ഷിച്ചേക്കാൻ പറയാണ്. അതേ, എന്ത് പറഞ്ഞാലും നീ അതേ പിടിച്ചിട്ടല്ലേ, അവളുടെ വയറ്റിലൊരു കുഞ്ഞുണ്ടെന്നുള്ള പേരിലല്ലേ നിനക്ക് ഇത്ര അഹങ്കാരം, നീ അതേ അഹങ്കരിക്കില്ല എന്ന് പറയാം. ആഹാ, വീണ്ടും തുടങ്ങിയല്ലോ. ദേ ഇങ്ങനെയുള്ള മനസ്സാണ് ഇങ്ങനെയൊക്കെയുള്ള തിരിച്ചടികൾ കിട്ടുന്നത്. ഇനിയെങ്കിലും നന്നാവാൻ നോക്ക്. ഇനി ഏത് കാലത്ത് നിങ്ങൾ നന്നാവാനായിട്ട് ഇരിക്കണം. നിങ്ങൾക്കും കിട്ടി, നിങ്ങളുടെ മകനും കിട്ടി നല്ലത് എന്നും പറഞ്ഞിട്ട് കനക എങ്ങോട്ട് ഇറങ്ങി പോവാണ്. ഈ സമയം മുറിക്കകത്ത് ഭ്രാന്ത് പിടിച്ച അവസ്ഥയിൽ ഇരിക്കുവാണ്. അബിക്ക് വേദന കൊണ്ട് ഒന്നും പറ്റില്ല, മിണ്ടാൻ പോലും പറ്റാത്ത അവസ്ഥയില്. ഈ സമയം നവ്യ അങ്ങോട്ട് കടന്നു വന്നു. എന്നിട്ട് വേദനയുണ്ട് അബിന്ന് ചോദിക്കാണ്. അപ്പൊ അബി പറഞ്ഞു, വേദനയില്ലാതെ പിന്നെന്താ, പക്ഷെ അതൊന്നും തിരിയുന്നില്ല, ഇങ്ങനെ അസ്പഷ്ടമായിട്ട് ഇങ്ങനെ പെറുപിറുക്കുന്ന പോലെ വരുന്നുള്ളൂ. അതെ, സംസാരിക്കാൻ പറ്റുന്നില്ലല്ലേ, അധികം സംസാരിക്കണ്ട, സംസാരിച്ചാലേ വീണ്ടും നാവിന് വേദന ഉണ്ടാവെന്ന് പറയാ. നിന്നെ കാണിച്ചരാടി എന്നുള്ള രീതിക്കാണ് അബി ഇരിക്കണത്. നവ്യ പറഞ്ഞു, എന്തിനാ അബി ഇത്, അബിയുടെ അമ്മയും വേണ്ടാത്ത പരിപാടികളൊക്കെ ചെയ്തിട്ടല്ലേ ഇങ്ങനെയുള്ള തിരിച്ചടികൾ കിട്ടിയത്. ഇനി ഇങ്ങനെയൊക്കെ മനസ്സ് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ഇതിനപ്പുറമായിരിക്കും കിട്ടാൻ പോണേ. അതുകൊണ്ട് ഇനി മര്യാദയ്ക്ക് ഇരുന്നാൽ കൊള്ളാം. എന്താണ്, ഈ കാഴ്ച കാണാൻ നല്ല ഭംഗിയുണ്ട്, ഞാൻ ഒന്ന് വീഡിയോ പിടിക്കട്ടെ. കാരണം ഇങ്ങനെ പറയുന്ന വാക്കുകളൊക്കെ എപ്പോഴും കിട്ടിയെന്ന് വരുമല്ല.
പ്രത്യേക രീതിയിലല്ലേ സംസാരിക്കുന്നതെന്ന് പറയാണ്. പിന്നീട് നവ്യെ വീഡിയോ പിടിക്കുക. ഇത് കണ്ടപ്പോൾ അബിക്ക് അങ്ങോട്ട് സഹിച്ചില്ല. അപ്പോഴാണ് അബിയുടെ ഫോൺ ബില്ലടിക്കുന്നത്. അപ്പം നവ്യോട് ഇങ്ങോട്ട് ഞാൻ എടുക്കാമെന്നാണ്. അബി സമ്മതിച്ചില്ല. അതെ മര്യാദയ്ക്കാണെങ്കിൽ ഞാൻ സംസാരിക്കാം. അബി സംസാരിച്ചാൽ അവർക്കൊന്നും മനസ്സിലാവാൻ പോകുന്നില്ല. എന്താന്നോർത്താ അവർക്ക് മനസ്സിലാവുന്നേ? കാരണം അബിയുടെ നാവിന് കെട്ട് വീണ പോലെ ഇരിക്കുന്ന അവസ്ഥയാന്ന് ഞങ്ങൾക്കെല്ലാം അറിയുള്ളൂ എന്ന് പറയണം. അബിക്ക് ദേഷ്യം വന്നിട്ട് അബി കൈ ചൂണ്ടിക്കാണിച്ച് ഇറങ്ങി പോടി മുറുക്കി പുറത്തെന്ന് പറഞ്ഞ് കൈ ചൂണ്ടി കാണിക്കുകയാണ്. പിന്നീട് അനി വളരെയധികം സങ്കടത്തിലായിരുന്നു. നന്ദുവിനെ ഒന്ന് വിളിച്ചു നോക്കിയാലോ, പാവം ഒന്ന് വിളിച്ചു നോക്കാം. ഈ പൂജകളെല്ലാം നടക്കുന്ന സമയത്തല്ല അനിയുടെ മനസ്സ് നന്ദുവിനെ കുറിച്ചുള്ള രൂപങ്ങൾ മാത്രമായിരുന്നു. ഇത്രയും പൂജകളും കാര്യങ്ങളും ചെയ്തിട്ട് തന്റെ മനസ്സ് അനാമികയില്ലല്ലോ, ആ സ്ഥാനത്ത് നന്ദു ആണല്ലോ നിൽക്കുന്നൊരു ചിന്തയായിരുന്നു അനിയുടെ ഉള്ളിലുണ്ടായിരുന്നേ. അങ്ങനെ രണ്ടും കൽപ്പിച്ച് അനി നന്ദുവിനെ വിളിക്കുകയാണ്. ഫോൺ എടുത്തിട്ട് നന്ദു ചോദിച്ചു, എന്താ അനി, എന്താ വിളിച്ചതെന്ന് ചോദിക്കണം. അല്ല, ഇവിടെ ചില പൂജകളൊക്കെ നടന്നായിരുന്നു, എൻ്റെ വിവാഹം നടക്കാൻ വേണ്ടിയിട്ട്, അത് അറിഞ്ഞായിരുന്നു ചോദിക്കണം. അറിഞ്ഞായിരുന്നു, നയനേച്ചി വിളിച്ച് പറഞ്ഞായിരുന്നു പറയാം. അതെ, ഇനിയിപ്പോൾ ഒരെണ്ണം കൂടെ ഉണ്ട്, നെല്ല് മുളപ്പിക്കാൻ വെച്ചേക്കുക. ആ നെല്ല് മുളയ്ക്കാതിരിക്കുവാണെങ്കിൽ ഈ വിവാഹം നടക്കില്ല എന്ന് പറയാണ്. പെട്ടെന്ന് നന്ദു പറഞ്ഞു, ആ നെല്ല് മുളയ്ക്കട്ടെ. നെല്ല് മുളയ്ക്കട്ടെന്നോ? അതെനിക്ക് മുളയ്ക്കാതിരിക്കുന്ന ഇഷ്ടം. അതെന്താ അങ്ങനെ പറഞ്ഞേ? നെല്ല് മുളയ്ക്കണ്ട എങ്കിലല്ലേ അനാമികയായിട്ടുള്ള വിവാഹം മുടങ്ങുള്ളൂ എന്ന് പറയാണ്. പെട്ടെന്ന് നന്ദു പറഞ്ഞു, അല്ല അത് വേണ്ട ഇനി, അത് മുളയ്ക്കണം. മുളച്ചാലേ നിങ്ങൾ തമ്മിൽ നല്ലൊരു ജീവിതം ഉണ്ടാവുള്ളൂ, വിവാഹം നടക്കുള്ളൂ എന്ന് പറയാം. ഇതെന്താ നന്ദു നീ ഇങ്ങനെ പറയണേ? ഒന്നും അറിയത്തില്ലാത്ത പോലെ എന്ന് ചോദിക്കണം. നന്ദു പറഞ്ഞു, ഇപ്പൊ എനിക്കൊന്നും അറിയത്തില്ല, എന്നോടൊന്നും പറയാൻ വേണ്ട, ചോദിക്കാൻ വേണ്ട, ഞാൻ ഫോൺ വെക്കുവാന്ന് പറയണം. ഇതെന്ത് വർത്താനോ നന്ദു പറയണേ? നീ ഫോൺ വെക്കല്ലേ, എനിക്ക് ഇച്ചിരോട് സംസാരിക്കാണ്ട്, എനിക്ക് കൂടുതലൊന്നും സംസാരിക്കാനില്ല, ഞാൻ ഫോൺ വെക്കുവാന്ന് പറഞ്ഞ് നന്ദു കോള് കട്ട് ചെയ്തു. എനിക്ക് വല്ലാത്ത വിഷമായി. ഇവിടെ തന്നെ മനഃപൂർവ്വം അവോയ്ഡ് ചെയ്യുന്ന ദൈവമേ, ആ നെല്ലൊന്നും മുളയ്ക്കാതിരുന്നാൽ മതിയായിരുന്നു. ഈ സമയത്ത് നന്ദുവിന്റെ ഉള്ളിൽ ഈ ചിന്തകളൊക്കെ തന്നെയായിരുന്നു. ആ നെല്ല് മുളയ്ക്കാതിരുന്നാൽ മതിയായിരുന്നു, നെല്ല് മുളയ്ക്കാതിരിക്കുകയാണെങ്കിൽ വിവാഹം മുടങ്ങും. പക്ഷേങ്കിൽ താനും അനിയും തമ്മിൽ ഒന്നിക്കോ, അതിനെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ലായിരുന്നു നന്ദുവിന്. തന്റെ രണ്ട് ചേച്ചിമാരവിടെ ഉണ്ട്, ഒരിക്കൽ പോലും ഇനിയിപ്പോൾ തന്നെ അങ്ങോട്ട് വീട്ടിലേക്ക് വിടാൻ തന്റെ അച്ഛനും അമ്മയും സമ്മതിക്കില്ല. അതുകൊണ്ട് ആ വിവാഹം നടക്കത്തുമില്ല. പിന്നെ അതിനെക്കുറിച്ച് വെറുതെ മനക്കോട്ട കെട്ടേണ്ടെന്ന് നന്ദു മനസ്സിൽ വിചാരിക്കുകയാണ്. പിന്നീട് പൂജാമുറിയിൽ നയന പൂജകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ രാവിലെ വിളക്കൊക്കെ കൊളുത്തി കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. ഈ സമയത്ത് അനി അങ്ങോട്ട് വരുന്നത്. അപ്പൊ എല്ലാവരും അവിടെ കൂടിയിട്ടുണ്ട്. അബിയും ജലജ ഒഴിച്ച് ബാക്കി എല്ലാവരും ഉണ്ട്. അങ്ങോട്ട് വന്നപ്പോൾ തന്നെ അബിയെ കണ്ടപ്പോൾ തന്നെ മുത്തശ്ശി അവന്റെ മുഖത്തൊരു സന്തോഷം കണ്ടില്ലേ? ഇന്നിപ്പോൾ ആ മൂടി തുറക്കും, മറ്റേ പാത്രത്തിന്റെ ആ തുറന്നു കഴിയുമ്പോൾ അറിയാം അതിൻ്റെ അകത്ത് നെല്ല് മുളച്ചോ ഇല്ലയോ എന്ന്. നെല്ല് മുളയ്ക്കണമെന്നായിരിക്കും നിന്റെ മുഖത്തെ പ്രാർത്ഥന അല്ലേ എന്ന് പറയാണ്. ഈ സമയം അനി മനസ്സിൽ പറയാം, എൻ്റെ മനസ്സിലെ ആഗ്രഹങ്ങൾ ഇവർക്ക് ആർക്കും അറിയത്തില്ലോ, ഒരിക്കലും അത് മുളയ്ക്കില്ലെന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. മുളയ്ക്കാൻ വഴിയില്ല, അതിനുള്ള പരിപാടികളൊക്കെ അപ്പച്ചി ചെയ്തു വെച്ചിട്ടുണ്ടല്ലോ, അത് മാത്രം ഏക ഒരു ആശ്രയം. ഇനി എങ്ങാനും മുളയ്ക്കുമോ ഭഗവാന്? ഏയ് ഇല്ല. അങ്ങനെ വിചാരിച്ചോണ്ട് അനി അവിടെ നിൽക്കുകയാണ്. ഈ സമയം സിറ്റ് ഔട്ടിൽ വന്നിരിക്കുകയാണ് ജലജയുടെ അടുത്തേക്ക് അഭി വന്നു. അഭി വന്നിട്ട് പറഞ്ഞു, അമ്മ എന്തിരിപ്പായി ഇരിക്കണേന്ന് ചോദിക്കുക. പിന്നെ അമ്മ അവിടെ ഇതേ പ്രാർത്ഥനകളൊക്കെ തുടങ്ങിയിട്ടുണ്ട്, ഇനി ഇച്ചിരി സമയത്തിനുള്ളിൽ ആ മൂട് തുറന്നു നോക്കുമ്പോൾ പറയാം അതിൻ്റെ അകത്ത് നെല്ല് മുളച്ചു ഇല്ലയെന്ന്. നെല്ലെങ്ങാനും മുളച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുമെന്ന് എനിക്ക് അറിയില്ല എന്ന് പറയാം. പെട്ടെന്ന് ജലജ പറഞ്ഞു, അതോർത്ത് നീ പേടിക്കണ്ട. അതെന്താ അമ്മ അങ്ങനെ പറഞ്ഞേ? അത് മുളയ്ക്കത്തില്ല. അമ്മ അങ്ങനെ ഉറപ്പിച്ച് പറയണമെങ്കിൽ അതിന് എന്തേലും ഒരു കാരണം ഇല്ലാതില്ലല്ലോ. അമ്മ എന്തേലും പരിപാടി ഒപ്പിച്ചു വെച്ചിട്ടുണ്ടോ? അതൊക്കെ എനിക്ക് വിട്ടു തന്നേരം ഞാൻ. എടാ മോനെ, നീ അമ്മേനെ ഇന്നാണ് കാണുന്നേ, നീ കാണിക്കുന്ന പരിപാടികളൊന്നും അല്ല ഞാൻ കാണിച്ചേക്കുന്നേ. എന്റെ പരിപാടികളൊന്നും തകർന്നു പോകത്തില്ല. കാര്യം എന്താണെന്നറിയാവോ? അതിനുള്ള പരിപാടികളൊക്കെ മുൻകൂർ ചെയ്തു വെച്ചേക്കുക. അപ്പൊ അമ്മ എന്തോ കള്ളത്തരം കാണിച്ചിട്ടുണ്ടെന്ന് അബിക്ക് നന്നായിട്ട് മനസ്സിലായി. അബി പറഞ്ഞു, അമ്മ എന്തായാലും എന്താ കാണിച്ചേ? അതൊന്നും പറയാൻ പറ്റുന്ന കാര്യമില്ല. അല്ലെങ്കിൽ തന്നെ ഉണ്ടല്ലോ ഇവിടെ രണ്ടാൾമാരും കൊണ്ട് പൊറുതി മുട്ടിക്കൊണ്ടിരിക്കുക. ഇനി വരാൻ പോകുന്ന വലിയ കൊമ്പത്തി ഒരുത്തിയാ വരുന്നേ. അവള് വന്നിട്ടുണ്ടെങ്കിൽ വീട് തിരിച്ചു വെക്കും. അതിന്റെ ആവശ്യമില്ല. അങ്ങനെ അവൻ അത്ര നല്ല ബന്ധമൊന്നും കിട്ടണ്ട. അവനെ കിട്ടേണ്ട എവിടെന്താണെന്നറിയോ? ഒരു പാവപ്പെട്ട വീട്ടിൽ നിന്ന് ഏതൊരു പെണ്ണിനെ കിട്ടിയാൽ മതി. അതാ പിന്നെ കുഴപ്പമില്ല. ഇനിയിപ്പോൾ അവളുമാരുടെ അനിയത്തി ഉണ്ടല്ലോ, അവളാണേലും മതി. ഇത് കേട്ടപ്പോ അബി പറഞ്ഞു, അതൊക്കെ നടക്കുന്ന കാര്യമാണെന്ന് ചോദിക്കണം. എന്താ നടക്കാത്തെ? അവളെ കുടുംബത്തിലേക്ക് വരുവാണെങ്കിൽ ഈ കുടുംബത്തിന്റെ അവസ്ഥ ചിന്തിച്ചു നോക്കിയേ. അതോടുകൂടി ഈ കുടുംബം എല്ലാം നാല് വഴിക്കാന്ന് പറയണം. അതെന്താ അങ്ങനെ പറഞ്ഞു? എടാ മരമണ്ട, അവള് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ആ പേര് പറഞ്ഞ് ഇവിടെ പ്രശ്നമാവൂലേ? ഒരു വീട്ടിൽ നിന്ന് തന്നെ 3 പെൺമക്കൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം കനകയുടെ ഇതാന്നും എല്ലാരും പറയുള്ളൂ. കനകയാണ് ഇതിന് കാരണക്കാരിന്ന്. പിന്നീട് അതും പറഞ്ഞ് വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കും. ഇവിടെ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാവും. ഏട്ടത്തിയുടെ സ്വഭാവം നിനക്ക് നന്നായിട്ട് അറിയാലോ, പിന്നെ എന്താ സംഭവിക്കുന്നതെന്ന്. പിന്നെ ആ ഒരു കാര്യം മതി ഈ കുടുംബത്തിൽ നിത്യേന വഴക്കുണ്ടാകാനായിട്ട്. അതുകൊണ്ട് നമുക്ക് പിന്നെ കൈയും കെട്ട് നോക്കിയിരുന്നാൽ മാത്രം മതി. ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ
ഓരോ ദിവസം വലുതായിക്കൊണ്ടിരുന്നോളൂ എന്ന് പറയാം. അങ്ങനെ അവസാനം അടിച്ചു പിരിഞ്ഞ് നാല് വഴിക്കാവുമെന്ന് പറയാം. അമ്മയുടെ ബുദ്ധി കൊള്ളാമേ, പക്ഷെ അത് നടക്കണ്ടേ? അങ്ങനെ എന്തെങ്കിലും നടന്നാൽ മതിയായിരുന്നു. ഇനിയിപ്പം ഇല്ലെങ്കിൽ ഒരു കാരണവശാലും അവളുമായിട്ടുള്ള വിവാഹം എൻ്റെ നടക്കരുതെന്ന് പറയാണ്. അമ്മേ, ദേ ഇവിടെ മൂടി വെക്കാൻ സമയമായെന്ന് തോന്നുന്നു അവിടെ വാന്ന് പറയണം. അങ്ങനെ അവർ രണ്ടും കൂടി ചെല്ലുവാണ്. അങ്ങനെ ചെന്ന് കഴിയുമ്പോൾ നയന ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. ഈ സമയത്ത് ജലജ ചോദിച്ചു, അല്ല മൂടി തുറന്നോന്ന് ചോദിക്കണം. മുത്തശ്ശി ചോദിച്ചോ, എന്താ നിനക്കത്ര ആകാംക്ഷ? ഒന്നുമില്ല. ഇനിയിപ്പം നീ അതിപ്പം ഇനി തുറന്ന് കഴിയുമ്പോൾ അത് മുളയ്ക്കാതിരിക്കാൻ എന്തെങ്കിലും പണി ചെയ്തു വെച്ചിട്ടുണ്ടോ ജലജ? ഇതാ ഞാനും കൂടെ വരാതിരുന്നേ. ഇനിയിപ്പൊ അത് തുറന്നു കഴിയുമ്പോൾ മുളച്ചില്ലേ പറയും ഞാൻ എന്തോ തെറ്റ് ചെയ്താന്ന് പറഞ്ഞ് എല്ലാരും വിചാരിക്കുള്ളൂ. എല്ലാവരുടെയും മനസ്സിൽ അങ്ങനെയാണല്ലോ. പെട്ടെന്ന് ജാനകി പറഞ്ഞു, ഏട്ടത്തിന്റെ സ്വഭാവം അങ്ങനെയല്ലേ, അതുകൊണ്ടല്ലേ എന്ന് പറയാണ്. ഈ സമയത്ത് അഭി ഇങ്ങനെ നിൽക്കുന്നുണ്ടപ്പോ ജലജ ചോദിച്ചു, നിന്റെ മുഖത്ത് എന്താടാ ഒരു സന്തോഷമില്ലായ്മ? പെട്ടെന്ന് മുത്തശ്ശി പറഞ്ഞു, നീ കൂടുതൽ അവന്റെ മുഖത്ത് സന്തോഷം അളക്കാനൊന്നും പോണ്ട. നിന്റെ സ്വഭാവം എല്ലാവർക്കും കൂടെ അറിയാവുന്നതെന്ന് പറയണം. ഈ സമയം നയന കണ്ണുകളടച്ച് ദൈവമേ പ്രാർത്ഥിക്കുക, അത് മുളയ്ക്കണം, നെല്ല് മുളയ്ക്കണേന്ന്, ഒരു കുഴപ്പമാണ് സംഭവിക്കില്ലെന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ടാണ് ഇങ്ങനെ പൂജകളൊക്കെ ചെയ്യുന്നത്. അവസാനം മൂട് തുറക്കാനുള്ള സമയമായപ്പോഴത്തേനും എല്ലാവരും ഇങ്ങനെ മനോരി പ്രാർത്ഥിക്കുക. പക്ഷെ ഈ സമയത്തൊക്കെ അനിയുടെ മനസ്സിലുണ്ടായിരുന്ന, ദൈവമേ ഒരു കാരണവശാലും നെല്ല് മുളയ്ക്കരുത്. അല്ല, നെല്ല് മുളയ്ക്കാൻ വഴിയില്ല, അതിനുള്ള പണികളൊക്കെ അല്ലേ അപ്പച്ചി ചെയ്തു വെച്ചിരിക്കുന്നത്. അപ്പച്ചി വന്നിട്ട് ഒന്നും അറിയത്തില്ലാത്ത മട്ടി നിൽക്കുന്ന കണ്ടോ? അപ്പച്ചി ഉള്ളതുകൊണ്ട് മാത്രം തനിക്കിപ്പോൾ രക്ഷയാന്ന് തോന്നേ. അത് മുളച്ചിട്ടില്ല. ആ ഒരു സമാധാനത്തിൽ താനിവിടെ നിൽക്കുന്നത്. ഈ വിവാഹം മുടങ്ങും, അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. അങ്ങനെ നോക്കി നിൽക്കുന്ന സമയത്ത് നയന മൂട് തുറക്കുവാണ്. മൂട് തുറന്നു എല്ലാവരുടെ മുഖത്തൊരു സന്തോഷം കണ്ടു. നെല്ല് മുളച്ചിരിക്കുന്നു. ജലജ ഞെട്ടിത്തരിച്ചു പോയി. ജലജ ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമല്ല. അതിന് അമ്പരന്ന് പോയി, ഇതെങ്ങനെ സംഭവിച്ചു? അപ്പച്ചി എന്തോ സ്പ്രേ ചെയ്യൂ എന്തോ ചെയ്താണല്ലോ, പിന്നീട് ഇതെങ്ങനെയാ മുളച്ചേ? ജലജ ഓർത്തു, അപ്പൊ താൻ സ്പ്രേ ചെയ്ത് വെറുതെ ആയി പോയോ? അത് മുളയ്ക്കില്ല എന്ന് കരുതി ചെയ്താണല്ലോ. പെട്ടെന്ന് ജലജ പ്ലേറ്റും കൂടി മാറ്റി. ജലജ പറഞ്ഞു, കണ്ടില്ലേ ഇപ്പൊ അത് മുളച്ച് നിൽക്കുന്ന കണ്ടില്ലേ? അത് മുളച്ചില്ലായിരുന്നെങ്കിൽ എല്ലാരും കൂടെ എന്നെ കുറ്റപ്പെടുത്തിയാനോ, ഞാൻ എന്തെങ്കിലും ചെയ്തതാന്നോർത്ത്. ഇപ്പൊ മനസ്സിലായില്ലേ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ലാന്ന്? അതങ്ങനെയാണല്ലോ, എന്ത് വന്നാലും എല്ലാരും കൂടെ എന്റെ നെഞ്ചത്തേക്കല്ലേ വന്ന് കയറുന്നതെന്ന് ചോദിക്കുക. പെട്ടെന്ന് അനിയുടെ മുഖം കൂടെ വല്ലാതായിപ്പോയി. അനിയുടെ മുഖത്തൊരു സന്തോഷമൊന്നും ഇല്ലായിരുന്നു, വല്ലാത്ത സങ്കടപ്പോയി. എന്നാലും ഇത് എങ്ങനെ സംഭവിച്ചു? അപ്പച്ചിനി വേറെ എന്തെങ്കിലും കാര്യമാണോ സ്പ്രേ ചെയ്തേ? ഒന്നും അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. പിന്നീട് എല്ലാം കഴിഞ്ഞ് അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ അനി ഇങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുമ്പോൾ നയന അങ്ങോട്ട് അടുത്തേക്ക് വരുവാണ്. നയന വന്നിട്ട് ചോദിച്ചു, എന്ത് പറ്റി നിനക്ക് അനി? നിന്റെ മുഖത്തൊരു സന്തോഷമില്ലല്ലോ, ആ നെല്ല് മുളച്ചതിൻ്റെതായ സന്തോഷമൊന്നും കാണുന്നില്ലോ. ഈ വിവാഹം നടക്കാൻ പോവല്ലേ, പിന്നെ നീ എന്താ ഇങ്ങനെ ഒരു വല്ലാതിരിക്കണേന്ന് ചോദിക്കുക. അപ്പൊ എന്തു മറുപടി പറയണമെന്ന് അറിയത്തില്ല, അത് അനി ഇങ്ങനെ നിൽക്കുക. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടേ. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.